ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇത് നമ്മുടെ വി എഫ് എയുടെ LDC മെയിൻസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചാണ് കേട്ടോ. ഈ ഒരു ടോപ്പിക്ക് PYQ അടക്കം ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ആദ്യം SCERT ഫാക്റ്റ് ആണ് കേട്ടോ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം 1966 ബോംബെയിൽ കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം നിലവിൽ വരുന്നത്. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. 1966 ബോംബെയിൽ കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തോടു കൂടിയാണ് എന്ത് വരുന്നത്, ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം നിലവിൽ വരുന്നത്. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ക്ഷേമം ഉറപ്പാക്കുന്നതിനും വേണ്ടി രൂപം കൊണ്ട ഒരു സാമൂഹിക മുന്നേറ്റമാണ് എന്തെന്ന് പറയുന്നത്, ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന വിവിധ ഉപഭോക്തൃ സംഘടനകളും വ്യക്തികളുമാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത്. എന്തൊക്കെയാണ് ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുക, തട്ടിപ്പുകളെ തടയുക, ഉപഭോക്താവിനെ ശാക്തീകരിക്കുക, നിയമനിർമ്മാണം നടത്തുക, പരസ്യങ്ങളിൽ സത്യസന്ധമായ വിവരങ്ങളാണെന്ന് ഉറപ്പുവരുത്തുക, രാഷ്ട്രീയ വേദികളിൽ ഉപഭോക്താക്കളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കിയാലോ. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുക, തട്ടിപ്പുകളെ തടയുക, ഉപഭോക്താവിനെ ശാക്തീകരിക്കുക, നിയമനിർമ്മാണം നടത്തുക, പരസ്യങ്ങളിൽ സത്യസന്ധമായ വിവരങ്ങളാണെന്ന് ഉറപ്പുവരുത്തുക, രാഷ്ട്രീയ വേദികളിൽ ഉപഭോക്താക്കളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക. ചൂഷണങ്ങൾക്കിരയാകാതെ സുഗമമായി ഉപഭോഗം നടത്തുന്നതിന് ഉപഭോക്താക്കൾക്ക് കഴിയേണ്ടതുണ്ട്. ഇതിനായി നിയമസഹായം ആവശ്യമാണ്. 1985 ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 1986 ഡിസംബർ 24 ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നു. അപ്പോൾ നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണം എന്താണ്? 1985 ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് വരുന്നത്, നമ്മുടെ ഇന്ത്യയിലെ 1986 ഡിസംബർ 24 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. ഓർത്തിരിക്കണേ. എന്നാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്? 1986 ഡിസംബർ 24 ഈ ഒരു പോയിന്റും കൂടെ ഓർത്ത് വെക്കണം കേട്ടോ. 1985 ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 ഡിസംബർ 24 ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ളത്. ഡിസംബർ 24 എന്തായിട്ടാണ് ആചരിക്കുന്നത്? ദേശീയ ഉപഭോക്തൃ ദിനമായിട്ടാണ് ആചരിച്ചു വരുന്നത്. എന്താണ്? ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിച്ചു വരുന്നുണ്ട്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി 1986 പാർലമെൻറ്റിലെ ഇരുസഭകളും പാസാക്കിയ നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 1986 പാർലമെൻറ്റിലെ ഇരുസഭകളും ലോകസഭയും രാജ്യസഭയും ചേർന്ന് പാസാക്കിയ നിയമം ഏതാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ്. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തത് ഏതിലൂടെയാണ്? 86 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലൂടെയാണ്. നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും കൂടാതെ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സ്പഷ്ടമായിട്ട് നിർവചിക്കാനും ഒക്കെ കാരണമായത് ഏതിലൂടെയാണ്? 86 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലൂടെയാണ്. കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നിലവിൽ വന്ന പുതിയ സാഹചര്യത്തിൽ ഇത്തരം മേഖലകളിലും ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമം അനിവാര്യമായിട്ട് വന്നു.
അങ്ങനെ ആ ഒരു സമയത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വരുന്നത്. ആ ഒരു നിയമത്തിനെ ഭേദഗതി ചെയ്ത് എന്ത് വന്നു, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വരുന്നത്. എന്ത് വന്നതുകൊണ്ടാണ്, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളൊക്കെ നിലവിൽ വന്ന സാഹചര്യത്തിലാണ്. നമ്മുടെ ഓൺലൈൻ സംഭവങ്ങളൊക്കെ നിലവിൽ വന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്തു, ആ ഒരു മേഖലകളിലും കൂടെ, ആ ഒരു മേഖലകളിൽ നടക്കുന്ന തട്ടിപ്പുകളിൽ നിന്നും കൂടെ നമ്മുടെ ഉപഭോക്താവിന് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് ഈ 1986 എന്ത് ചെയ്തു, ഭേദഗതി ചെയ്ത് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നു. ഇനി നമുക്കതൊന്ന് നോക്കാം. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പകരം 2020 ജൂലൈ 20 ഈ നിയമം നിലവിൽ വന്നു. അപ്പോൾ 1986 ഉപഭോക്തൃ സംരക്ഷണത്തിന് പകരം നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അതെന്താണ്, 2020 ജൂലൈ 20 20 എല്ലാം 2020 ജൂലൈ 20. ഈ നിയമം ഉപഭോക്താക്കളെ ശാക്തീകരിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ലക്ഷ്യമിടുന്നത്. ഇനി എന്തൊക്കെയാണ് സവിശേഷതകൾ എന്ന് നോക്കാവേ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു സവിശേഷത വന്നിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചേ പറ്റുള്ളൂ, പഠിച്ചിട്ട് പോവാം. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി CCPA സ്ഥാപിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റീനെ സ്ഥാപിച്ചു. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയാനുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. ഉപഭോക്തൃ തർക്ക പരിഹാര പ്രക്രിയ എന്ത് ചെയ്തു, വളരെ ലളിതമാക്കി. മായം കലർന്ന വ്യാജ വസ്തുക്കളുടെ നിർമ്മാണമോ വിൽപ്പനയോ നടത്തുന്നവരെ ശിക്ഷിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ 2019 നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നുണ്ട്. ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 2020 ജൂലൈ 20 നിലവിൽ വന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 സവിശേഷതയായിട്ട് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിച്ചിട്ട് പോണേ. അപ്പോൾ എന്തൊക്കെയാണ് സവിശേഷതയായിട്ട് പറയുന്നത്, ഈ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നടപ്പിലാക്കാനും വേണ്ടിയിട്ട് CCPA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം സ്ഥാപിച്ചു, ഒരു അതോറിറ്റി സ്ഥാപിച്ചു. എന്താണത്, സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. ഇനി ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ നടത്തുന്ന അന്യായമായിട്ടുള്ള വ്യാപാരം തടയാനുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. ഉപഭോക്തൃ തർക്കപരിഹാര പ്രക്രിയയൊക്കെ എന്താക്കി, വളരെയധികം ലളിതമാക്കി. മായം കലർന്ന വ്യാജവസ്തുക്കളുടെ നിർമ്മാണമോ വിൽപ്പനയോ നടത്തുന്നവരെ ശിക്ഷിക്കാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്തു. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നുണ്ട്. കൂടാതെ ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശവും ഈ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനു പുറമെ നിശ്ചിത വിഷയങ്ങളിൽ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ചില നിയമങ്ങൾ കൂടി നിലവിലുണ്ട്. ഉദാഹരണമായി ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നതാണ് ഭക്ഷ്യസുരക്ഷാ സ്റ്റാൻഡേർഡ് ആക്ട് 2006 എന്ന് പറയുന്നത്. നമ്മുടെ ഈ 86 ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പുറമെ ചില വിഷയങ്ങളിൽ എന്താണ്, അതിലും കൂടെ ചില കാര്യങ്ങളിലും കൂടെ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചില നിയമങ്ങളും കൂടെ നിലവിൽ വന്നിട്ടുണ്ട്. അത്തരത്തിൽ നിയമങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ഇവിടെ ഉദാഹരണമായിട്ട് കൊടുക്കുന്നത് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം വന്നിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ സ്റ്റാൻഡേർഡ് ആക്ട് 2006 എന്നാണ് കേട്ടോ. ഇത് കൂടാതെ നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പുറത്താണ് ഈ ഒരു ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം എന്ന വിഷയത്തിൽ എന്ത് വന്നിരിക്കുന്നത്, ഒരു നിയമം വന്നിരിക്കുന്നത്. ഏതാണത്, ഭക്ഷ്യസുരക്ഷാ സ്റ്റാൻഡേർഡ് ആക്ട് 2006. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഒരു ഉപഭോക്താവിൻ്റെ അവകാശങ്ങളെന്ന് നോക്കാം. നമുക്കും ഇല്ലേ കുറേ സാധനം വാങ്ങിക്കുന്ന ആൾക്കുണ്ട് എന്തെന്ന് പറയുന്നത് അവകാശങ്ങൾ. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം. സുരക്ഷിതത്വത്തിനുള്ള അവകാശം. എന്താണ് സുരക്ഷിതത്വത്തിനുള്ള അവകാശം? ജീവനും സ്വത്തിനും അപകടകരമായ സാധന സേവനങ്ങളുടെ വിപണനത്തിൽ നിന്നും രക്ഷ നേടാനുള്ള അവകാശമാണ് സുരക്ഷിതത്വത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നത്. ഇനി അടുത്തതാണ് തിരഞ്ഞെടുക്കാനുള്ള അവകാശം. മത്സരാധിഷ്ഠിത വിലയിൽ സാധന സേവനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം എന്തുണ്ട്, നമ്മുടെ ഉപഭോക്താവിനുണ്ടെന്നാണ് പറയുന്നത്. ഓരോരുത്തർക്കും ഉണ്ടെന്നാണ്, സാധനങ്ങൾ വാങ്ങിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടെന്നാണ് പറയുന്നത്. അറിയാനുള്ള അവകാശം. അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളിൽ നിന്നും ഉപഭോക്താവിനെ സംരക്ഷിക്കുന്നതിനായി സാധനങ്ങളുടെ ഗുണമേന്മ, അളവ്, പരിശുദ്ധി, വില നിലവാരം എന്നിവ അറിയാനുള്ള അവകാശം. ഇതെല്ലാം എന്താണ്,
ഇതെല്ലാം ഒരു നമ്മുടെ പേപ്പറിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണല്ലേ. ഇപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിനെതിരെയൊന്നും ആരും പ്രതികരിക്കുന്നില്ല. ഈ നിയമങ്ങളെല്ലാം നിയമങ്ങളായിട്ട് തന്നെ ഇരിക്കുകയാണെന്നുള്ളതിന് നമുക്ക് ഒരുപാട് 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 ഉദാഹരണങ്ങളുണ്ടല്ലേ. എപ്പോഴും നമ്മൾ ഈ കടകളിലൊക്കെ കയറി, ഈ ചെറിയ ചെറിയ കടകളിലൊക്കെ കയറി കഴിഞ്ഞാൽ, ചെറിയ ചെറിയ കടകളിലല്ല വലിയ കടകളിലും തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരുപാട് ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ അവിടെ ഇരിക്കുന്നതും വിൽക്കുന്നതും എല്ലാം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, നിയമങ്ങളായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇനി അടുത്തതാണ് പരിഹാരം തേടാനുള്ള അവകാശം. അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾക്കും ഉപഭോക്തൃ ചൂഷണങ്ങൾക്കുമെതിരെ പരിഹാരം തേടാനുള്ള അവകാശം. ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. വിവരമുള്ള ഒരു ഉപഭോക്താവാനുള്ള അറിവും വൈദഗ്ധ്യവും നേടാനുള്ള അവകാശം. നമുക്ക് എന്തുണ്ട്, എല്ലാ കാര്യത്തിനെക്കുറിച്ചും നമ്മൾ വാങ്ങിക്കുന്ന ഒരു സാധനത്തിൻ്റെ എല്ലാ ഡീറ്റെയിലും അറിയാനുള്ള അത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ബാക്കിയുള്ള കാര്യത്തിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ വേണം. അപ്പം അങ്ങനെ അറിവ് സമ്പാദിക്കാനുമുള്ള നേടാനുമുള്ള ഒരവകാശമാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനേക്കുള്ള അവകാശം എന്ന്. ഇതൊക്കെയാണ് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ എന്ന് പറയുന്നത്. സുരക്ഷിതത്വത്തിനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, അറിയുവാനുള്ള അവകാശം, കൂടാതെ പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നിവയാണ്. ഇനി നമുക്ക് ഉപഭോക്തൃ കോടതികളെക്കുറിച്ച് പഠിക്കാം. ഉപഭോക്തൃ കോടതികളുടെ ചരിത്രം ആരംഭിക്കുന്നത് 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതോടുകൂടിയാണ്. ഇതോടെ ഉപഭോക്തൃ കോടതികൾ സ്ഥാപിക്കപ്പെടുകയും പരാതികൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനായിട്ടുള്ള ട്രിബ്യൂണലുകൾ നിലവിൽ രൂപവൽക്കരിക്കുകയും ചെയ്തു. ഉപഭോക്തൃ കോടതികളെ 3 തലത്തിലാണ് വിന്യസിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? നമ്മുടെ ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ, സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ, ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ. ഇപ്പം നിലവിൽ ഇത് 3 അറിഞ്ഞിരിക്കുക കേട്ടോ. കാരണം നമ്മളതിൻ്റെ പരിധി, നമ്മുടെ കമ്മീഷൻ്റെ അധികാര പരിധി 2021 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂൾസ് വഴിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ പരിധികളെല്ലാം ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത്തിരി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്കത് വഴിയെ പഠിക്കാം. ഇപ്പോൾ ഈ 3 നമ്മുടെ ഉപഭോക്തൃ കോടതികളെ 3 തലത്തിൽ വിന്യസിച്ചിരിക്കുന്നു. അത് ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ, സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ, ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനാണെന്ന് ഓർത്തിരിക്കുക. ഉപഭോക്തൃ തർക്കങ്ങളിൽ ഇടപെട്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിന് നീതി ലഭിക്കുന്നത് ഉപഭോക്തൃ കോടതികൾ നിർണായക പങ്കുവഹിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ആകമാനം 600-ലധികം ജില്ലാ ഫോറങ്ങളും 35 സംസ്ഥാന കമ്മീഷനുകളുമാണ് നിലവിലുള്ളത്. ഇതിനെല്ലാം മുകളിലായിട്ട് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റീഡ്രസൽ കമ്മീഷനും എന്ന അപ്പെക്സ് ബോഡിയും ഉണ്ട്. ഇതിനെല്ലാം മേലെ കേട്ടോ. നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ആകമാനം 600-ലധികം ജില്ലാ ഫോറങ്ങളും 35 സംസ്ഥാന കമ്മീഷനുകളും നിലവിലുണ്ടെന്ന് പറഞ്ഞു. അതിനെല്ലാം മുകളിലായിട്ട് ഒരു അപ്പെക്സ് ബോഡിൻ്റെ ഏതാണത്? NCDRC ആണ്, അല്ലെങ്കിൽ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റീഡ്രസൽ കമ്മീഷൻ എന്നാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ കോടതികൾക്ക് പുറമെ ത്രിതല ഉപദേശക സമിതികളും നിലവിലുണ്ട്. എന്താണ് പറയുന്നത്? നമുക്ക് ഉപഭോക്തൃ കോടതികൾക്ക് നമ്മൾ ദേശീയം, സംസ്ഥാനം, ജില്ല എന്നിങ്ങനെ ഉപഭോക്തൃ കോടതികളുണ്ടെന്ന് പറഞ്ഞു. ഇതിന് കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? ത്രിതല ഉപദേശക സമിതികളും ഉണ്ട്. നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തും ദേശീയ തലത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? ഉപദേശക സമിതികളും നിലവിൽ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണത്? ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ. എന്തിനു വേണ്ടിയിട്ടാണിത്? അതാത് സർക്കാരുകൾക്ക് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉപദേശം നൽകുക എന്നതാണ് ഇതിൻ്റെ ധർമ്മമായിട്ട് പറയുന്നത്. നമ്മുടെ അതാത് സർക്കാരുകൾക്ക്, ഇപ്പോൾ ജില്ലയിലാണെങ്കിൽ, സംസ്ഥാനത്താണെങ്കിൽ, ദേശീയ തലത്തിലാണെങ്കിൽ ആ ഒരു ഉപഭോക്താവിൻ്റെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യാണ്? ഉപദേശം നൽകുക എന്നതാണ് ഈ ഒരു കൗൺസിലിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്, ഉപദേശക സമിതിയുടെ ധർമ്മം എന്ന് പറയുന്നത്. ഇനി നമുക്ക് SCERT കൊടുത്തിട്ടുള്ള ചില ഗുണമേന്മ ചിഹ്നങ്ങളെക്കുറിച്ച് നോക്കാവേ. ISI മാർക്ക്.
ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ISI മുദ്ര നൽകുന്നു. വൈദ്യുത ഉപകരണങ്ങൾ, സിമൻറ്റ്, പേപ്പർ, പെയിൻറ്റ്, ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കാണ് ഈ ചിഹ്നം കാണുന്നത്. അഗ്മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അഗ്മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മുദ്ര യൂസ് ചെയ്യുന്നത്. FSSAIയോ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു അല്ലേ. FSSAI എന്താണ്? ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ചിഹ്നമാണ് ഈ ഒരു ചിഹ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയത് SCERTയിലെ ഭാഗങ്ങളാണ്. ഉപഭോക്തൃ സംരക്ഷണ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള SCERT ഫാക്റ്റാണ് ഇനി നോക്കിയത്. ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏതാണ്? അധ്യായം 4ലാണ്. അധ്യായം 4ലാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓർക്കുന്നുണ്ടോ? ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതിലാണ്? അധ്യായം 4ലാണ്. അധ്യായം 4ലാണ്. എന്തൊക്കെയാണ് ഒരു ഉപഭോക്താവിൻ്റെ അവകാശങ്ങളായിട്ട് പറയുന്നത്? നമ്മൾ നേരത്തെ SCERTയിൽ പഠിച്ചതാണ്. പക്ഷെ ഒന്നും കൂടെ ഡീപ്പായിട്ട് ഒന്നും കൂടെ ഇത്തിരി വിവരിച്ചിട്ട് നമുക്കൊന്നും കൂടെ അത് പഠിക്കാം. കാരണം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക. ജീവനും സ്വത്തിനും അപകടകരമായ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിപണനത്തിനെതിരെ സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം. അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളിൽ നിന്ന് ഉപഭോക്താവിനെ സംരക്ഷിക്കുന്നതിനായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം, അളവ്, പരിശുദ്ധി, വില തുടങ്ങിയവ അറിയാനുള്ള അവകാശം. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ മത്സരാധിഷ്ഠിത വിലകളിൽ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം. ഉപഭോക്താവിൻ്റെ താൽപ്പര്യങ്ങൾ കേൾക്കുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും അർഹമായ പരിഗണന ലഭിക്കുന്നതിനുമുള്ള അവകാശം. അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ, ചൂഷണം എന്നിവയ്ക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം. ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. നമ്മൾ പറഞ്ഞില്ല, ഉപഭോക്തൃ വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം. അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളായിട്ട് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. നമുക്ക് നോക്കാം ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 53. ഏതാണ് വകുപ്പ്? 53ലാണ് എന്ത് പറയുന്നത്? ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 53 എന്നാണ് രൂപീകൃതമായതെന്ന് ചോദിച്ചാൽ പറയണം 1988ലാണ്. 1988ലാണ് ഇത് രൂപീകരിക്കുന്നത്. അംഗങ്ങൾ പഠിക്കണം. ആരൊക്കെയാണ്? പ്രസിഡന്റ്, 4ൽ കുറയാത്തതും നിർദ്ദേശിച്ചിരിക്കുന്ന സംഖ്യയിൽ കൂടാത്തതുമായ അംഗങ്ങൾ. അതിൽ കുറഞ്ഞതൊരു വനിതാ അംഗമെങ്കിലും വേണം. പ്രസിഡന്റ് വേണം, 4ൽ കുറയാത്തതും അല്ലെങ്കിൽ അവർ നിർദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിരിക്കുന്ന സംഖ്യയിൽ കൂടാത്തതുമായിട്ടുള്ള അംഗങ്ങൾ. ആ അംഗങ്ങളിൽ ഒരാൾ എന്തായിരിക്കണം? വനിത ആയിരിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണേ. പ്രസിഡന്റ്, 4ൽ കുറയാത്തതും നിർദ്ദേശിച്ചിരിക്കുന്ന സംഖ്യയിൽ കൂടാത്തതുമായിട്ടുള്ള അംഗങ്ങൾ. പിന്നെ ആരാണ്? കുറഞ്ഞതൊരു വനിതാ അംഗം അതിൽ ഉണ്ടായിരിക്കണം. ആദ്യത്തെ ഉപഭോക്തൃ സംരക്ഷണ കമ്മീഷൻ്റെ ചെയർമാനാണ് വി ബാലകൃഷ്ണ ഏറാടി എന്ന് പറയുന്നത് കേട്ടോ. വി ബാലകൃഷ്ണ ഏറാടി. പരാതിക്ക് കാരണമായ നിയമലംഘനം ഉണ്ടായ തീയതി മുതൽ 2 വർഷത്തിനുള്ളിൽ കേസ് നമ്മൾ പരാതിപ്പെട്ടിട്ടില്ലെങ്കിൽ ജില്ലാ കമ്മീഷൻ, സംസ്ഥാന കമ്മീഷൻ, ദേശീയ കമ്മീഷൻ എന്നിവ പരാതി സ്വീകരിക്കേണ്ടതില്ല. പക്ഷേ മതിയായ കാരണമുണ്ടെന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ആ കാലയളവിന് ശേഷവും എന്ത് ചെയ്യാം? പരാതി സ്വീകരിക്കാവുന്നതാണ്. ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. നമ്മുടെ 2021 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂൾസ് വഴി ദേശീയ കമ്മീഷൻ്റെ അധികാര പരിധി മാറ്റിയത്. അത് 2 കോടിക്ക് മുകളിലായിട്ടാണ് കേട്ടോ ഭേദഗതി ചെയ്തത്. 2 കോടിക്ക് മുകളിലായിട്ടാണ് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കമ്മീഷൻ്റെ അധികാര പരിധി എന്ന് പറയുന്നത്. എത്രയാണ്? 2 കോടിക്ക് മുകളിലുള്ള കേസുകളാണ്. ഓക്കെ ആണല്ലോ? 2 കോടിക്ക് മുകളിലുള്ള കേസുകൾ. ഇനി അടുത്തത് നോക്കാം, സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. സെക്ഷൻ ഏതാണ്? 42ആണ്. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? 42ആണ്. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. അംഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ആരൊക്കെയാണ്? പ്രസിഡന്റ്, 4ൽ കുറയാത്തതും കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുന്ന നിശ്ചിത എണ്ണത്തിൽ കൂടാത്തതുമായ അംഗങ്ങൾ. പ്രസിഡന്റ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? 4 പേരിൽ കുറയാൻ പാടില്ല. അത് കേന്ദ്ര സർക്കാരുമായിട്ട് കൂടിയാലോചിച്ച് തീരുമാനിക്കുന്ന നിശ്ചിത എണ്ണത്തിൽ കൂടാനും പാടില്ല.
എത്രയാണ് അതിൻ്റെ അധികാര പരിധി എന്ന് പറയുന്നത്? 50 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിലാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ അധികാര പരിധി എന്ന് പറയുന്നത്. പഠിച്ചിരിക്കണേ, 50 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിലാണ്. പിന്നെ നമ്മുടെ VFAയുടെ ഡേറ്റ് മാറ്റിയ കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ നമ്മുടെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കയറിയിട്ട് കണ്ടിട്ട് എഴുതി വെക്കുക കേട്ടോ. നിങ്ങളുടെ എന്നാന്നുള്ളത് എഴുതി വെക്കുക. ഇനി അടുത്ത് നോക്കാം. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഏതാണ് വകുപ്പ്? 28 വകുപ്പ് 28-ലാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ആവശ്യമെന്ന് തോന്നിയാൽ സംസ്ഥാന സർക്കാരിന് ഒരു ജില്ലയിൽ ഒന്നിലധികം ജില്ലാ കമ്മീഷനുകൾ എന്ത് ചെയ്യാവുന്നതാണ്? സ്ഥാപിക്കാവുന്നതാണ്. ഓർത്തിരിക്കണേ, ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഒരു ജില്ലയിൽ ഒന്നിലധികം ജില്ലാ കമ്മീഷനുകൾ സ്ഥാപിക്കാവുന്നതാണ്. അംഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. പ്രസിഡന്റ്, 2-ൽ കുറയാത്തതും കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുന്ന എണ്ണത്തിൽ കൂടാത്തതുമായ അംഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കമ്മീഷനിൽ അംഗങ്ങളായിട്ട് ഉള്ളത്. പ്രസിഡന്റ്, 2-ൽ കുറയാത്തതും കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുന്ന എണ്ണത്തിൽ കൂടാത്തതുമായ അംഗങ്ങൾ. അധികാരപരിധി എങ്ങനെ വരും? 50 ലക്ഷം രൂപ വരെയാണ് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കമ്മീഷന്റെ അധികാരപരിധി എന്ന് പറയുന്നത്. 50 ലക്ഷം രൂപ വരെ. ഇനി നമ്മൾ SCRTയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു CCPA അല്ലേ? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഉപഭോക്തൃ അവകാശ ലംഘനം, അന്യായമായ വ്യാപാര രീതികൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഒരു അതോറിറ്റിയാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്ന് പറയുന്നത്. പഠിച്ചിരിക്കണേ. ഉപഭോക്തൃ അവകാശ ലംഘനം, അന്യായമായ വ്യാപാര രീതികൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചതാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്ന് പറയുന്നത്. എന്നാണ് രൂപീകൃതമായത്? 2020 ജൂലൈ 24-നാണ്. 2020 ജൂലൈ 24. ആസ്ഥാനമായിട്ട് വരുന്നത് ന്യൂഡൽഹിയാണ് ആസ്ഥാനം എന്ന് പറയുന്നത്. കേന്ദ്ര അതോറിറ്റിയിലുള്ള ചീഫ് കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെൻറ്റാണ്. പഠിച്ചിരിക്കണേ. കേന്ദ്ര അതോറിറ്റിയിലുള്ള ചീഫ് കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെൻറ്റാണ്. CCPA എന്ന് പറയുന്നത് എന്താണ്? എല്ലാത്തിനും മുകളിൽ നിൽക്കുന്ന ഒരു അതോറിറ്റിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെല്ലാം പുറമെ ഒരു ഉപദേശക കൗൺസിൽ ഉണ്ട് എന്നുള്ളത് കാര്യം അല്ലേ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ നമ്മുടെ ഉപഭോക്തൃ അവകാശങ്ങളുടെ പ്രോത്സാഹനവും സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. അതും എന്ത് ചെയ്യുന്നുണ്ട്? 3 തലങ്ങളിലായിട്ടുണ്ട്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രിയാണ്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കേന്ദ്ര കൗൺസിലിന് ആവശ്യമുള്ളപ്പോൾ എല്ലാം തന്നെ യോഗം കൂടാം. പക്ഷേ ഒരു വർഷത്തിൽ ഒരു മീറ്റിംഗ് എങ്കിലും കൂടിയിരിക്കണം. അത് നിർബന്ധമാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? യോഗം കൂടാം. പക്ഷേ ഒരു വർഷത്തിൽ ഒരു മീറ്റിംഗ് എങ്കിലും കൂടിയിരിക്കണം. അത് പഠിച്ചിരിക്കണേ. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? കേന്ദ്ര ഉപഭോക്തൃ കാര്യവകുപ്പ് മന്ത്രിയാണ്. കേന്ദ്ര കൗൺസിലിന് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? യോഗം കൂടാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഒരു വർഷത്തിൽ എന്ത് ചെയ്യണം? ഒരു മീറ്റിംഗ് എങ്കിലും നിർബന്ധമായിട്ടും കൂടിയിരിക്കണം. സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ ചെയർപേഴ്സൺ ആരാണ്? സംസ്ഥാന ഉപഭോക്തൃകാര്യമന്ത്രിയാണ്. സംസ്ഥാന കൗൺസിലിന് ആവശ്യമുള്ള സമയത്തെല്ലാം യോഗം കൂടാം. എന്നാൽ ഒരു വർഷം കൂടുന്ന യോഗങ്ങൾ 2-ൽ കുറയാൻ പാടില്ല. അതായത് 2 വട്ടം എന്ത് ചെയ്യണം? ഒരു വർഷം സമ്മേളിക്കണം. മനസ്സിലാവുന്നുണ്ടോ? യോഗം കൂടണം. സംസ്ഥാന കൗൺസിലിന് ആവശ്യമുള്ള സമയത്തെല്ലാം യോഗം കൂടാം. എന്നാൽ ഒരു വർഷം കൂടുന്ന യോഗങ്ങൾ 2-ൽ കുറയാൻ പാടില്ല. ഒരു വർഷത്തിൽ എന്ത് ചെയ്യണം? 2-ൽ കുറയാൻ പാടില്ല. അതായത് 2 യോഗങ്ങളെങ്കിലും കൂടിയിരിക്കണം. അടുത്താണ് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ. ചെയർപേഴ്സൺ ആരാണ്? ജില്ലാ കളക്ടറാണ്. ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? ജില്ലാ കളക്ടറാണ്. ജില്ലാ കൗൺസിലിന് ആവശ്യമുള്ള സമയത്തെല്ലാം യോഗങ്ങൾ കൂടാവുന്നതാണ്.
പക്ഷേ 1 വർഷം കൂടുന്ന യോഗങ്ങൾ 2-ൽ കുറയാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്ലേ. കേന്ദ്ര അതോറിറ്റിയുടെ നിർദ്ദേശത്തിൽ ഈ നിയമത്തിന് കീഴിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു അന്വേഷണ വിഭാഗം രൂപീകരിച്ചിട്ടുണ്ട്. ആ വിഭാഗത്തിൻ്റെ തലവൻ ആരാണ്? ഡയറക്ടർ ജനറൽ ആണ്. നമ്മുടെ കേന്ദ്ര അതോറിറ്റിയുടെ നിർദ്ദേശത്തിൽ ഈ ഒരു നിയമത്തിന് കീഴിൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണ വിഭാഗം രൂപീകരിച്ചിട്ടുണ്ട്. ആ അന്വേഷണ വിഭാഗത്തിൻ്റെ തലവൻ ആരായിരിക്കും? ഡയറക്ടർ ജനറൽ ആയിരിക്കും. ഓർത്തിരിക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് നിയമങ്ങൾ, സെപ്പറേറ്റ് ആയിട്ടുള്ള കുറച്ച് നിയമങ്ങൾ വന്നിട്ടുണ്ട്. അതുകൂടി ഒന്ന് നോക്കാം. കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്ന നിയമം ഏതാണ്? കാർഷികോൽപ്പന്ന നിയമം 1937, ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ്. 1937 കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് നിയമം വരുന്നത്. ഏതാണത്? കാർഷികോൽപ്പന്ന നിയമം 1937. പഠിച്ചിരിക്കണേ. അളവിലും തൂക്കത്തിലുമുള്ള കബളിപ്പിക്കലുകൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം അതേതാണ്? അളവ് തൂക്ക നിലവാര നിയമം 1976 എന്നാണ് അളവ് തൂക്ക നിലവാര നിയമം വന്നത്. 1976. സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന നിയമമാണ് സാധന വിൽപ്പന നിയമം 1930. ഇമ്പോർട്ടൻ്റ് ആണ്. സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന നിയമമാണ് സാധന വിൽപ്പന നിയമം 1930. കൊള്ളലാഭം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമമാണ് അവശ്യ സാധന നിയമം 1955. ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ്. അവശ്യ സാധന നിയമം എന്നാണ് 1955. എന്തിനു വേണ്ടിയിട്ടാണ്? കൊള്ളലാഭം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത ഇവയിൽ നിന്നൊക്കെ ഉപഭോക്താവിന് സംരക്ഷണം നൽകാൻ കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് അവശ്യ സാധന നിയമം 1955 എന്ന് പറയുന്നത്. അപ്പോൾ കാർഷികോൽപ്പന്ന നിയമം 1937, പിന്നെന്താ അളവ് തൂക്ക നിലവാര നിയമം 1976, സാധന വിൽപ്പന നിയമം 1930, അവശ്യ സാധന നിയമം 1955. ഇനി നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ PYQ ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ കൂടെ ചെയ്യണം കേട്ടോ, പോസ് ചെയ്തിട്ട്. പുതുക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019-2020 ജൂലൈ 20 മുതൽ പ്രാബല്യത്തിൽ വന്നു. പുതുക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ജൂലൈ 20 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 മധ്യസ്ഥത തർക്കപരിഹാര സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല. അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പരിധിയിൽ വരില്ല. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. വേഗം കണ്ടുപിടിച്ചേ. ഓപ്ഷൻ സി ആണ് ആൻസർ. 3 മാത്രമാണ്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാലോ എന്താണ്. കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളൊക്കെ വന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 എന്ത് ചെയ്ത് ഭേദഗതി ചെയ്ത് 2019 എന്താണ് ഭേദഗതി ചെയ്തത് അല്ലേ. കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളൊക്കെ നടത്തുന്ന തട്ടിപ്പുകളൊക്കെ എന്താണ്, അതിൽ നിന്നൊക്കെ ഉപഭോക്താവിന് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ലോക ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ എ മാർച്ച് 15 ആണ് കേട്ടോ. ലോക ഉപഭോക്തൃ ദിനം എന്നാണ് മാർച്ച് 15. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഇനി പറയുന്നവയിൽ ഏതിനെയാണ് മാറ്റി സ്ഥാപിച്ചത്? ഏതിനെയാണ്? വർഷം നോക്കിയാൽ കിട്ടും. 86. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 എന്ത് മാറ്റി സ്ഥാപിച്ചത്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 മാറ്റിയത്. 86 മാറ്റിയത് 2019 ഭേദഗതി ചെയ്തത്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാരപരിധി എത്രയാണ്? 50 ലക്ഷം. ജില്ലാ കമ്മീഷന്റെ അധികാരപരിധി എത്രയാണ്? 50 ലക്ഷം രൂപ വരെയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉപഭോക്താവിന് ഓൺലൈനായി പരാതി നൽകാം. ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം. ഉപഭോക്താവ് സേവനത്തെ സംബന്ധിച്ചോ സാധനത്തിനെ സംബന്ധിച്ചോ ഉള്ള പരാതി 3 വർഷത്തിനുള്ളിൽ നൽകേണ്ടതാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്.
ഓപ്ഷൻ ബി ആണ് ആൻസറെ. 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് കേട്ടോ. ഉപഭോക്താവിന് ഓൺലൈനായിട്ട് എന്ത് ചെയ്യാം, പരാതി സമർപ്പിക്കാം. ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യാം, പരാതി നൽകാം. ഉപഭോക്താവ് സേവനത്തെ സംബന്ധിച്ചോ സാധനത്തിനെ സംബന്ധിച്ചോ ഉള്ള പരാതി 3 വർഷമല്ല 2 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം, നൽകേണ്ടതാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ഉപഭോക്തൃ അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിന്, ഉപഭോക്തൃ സാധനങ്ങൾ നിയന്ത്രിക്കുന്നതിന്, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും പരസ്യ നിലവാരം നിരീക്ഷിക്കാൻ. ഓപ്ഷൻ സി ആണ് ആൻസറെ. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നടപ്പിലാക്കാനും വേണ്ടിയിട്ടാണ് CCPA എന്ത് ചെയ്ത് സ്ഥാപിച്ചിരിക്കുന്നത് അല്ലേ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനമാണ് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും വേണ്ടി നിലകൊള്ളുക എന്നത്. ബെറ്റർ ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഈ ക്ലാസ് കണ്ട് പഠിച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യണതാണ് കേട്ടോ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൂല്യം ഡാഷിൽ കവിയുന്നില്ലെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകാം. എത്രയാണ്? 50 ലക്ഷം. 50 ലക്ഷത്തിൽ കവിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലാണ് പരാതി നൽകാൻ കഴിയുന്നത്. ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പം ഞാനിത് കട്ട് ചെയ്ത് എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് മുഴുവനായിട്ട് അങ്ങ് എടുത്തു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി നമുക്കറിയാം, ഇതിലൊന്നുമില്ല, ഇത് തെറ്റാണ്, ഇത് ഡിലീറ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ നമുക്കറിയാം എത്രയാണ്, 3 വർഷം അല്ലെങ്കിൽ എത്രയാണ്, 70 വയസ്സാണ് കേട്ടോ. 70 വയസ്സാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് പറയുന്നു എന്നുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി എത്രയാണ്, 3 വർഷം 70 വയസ്സാണ്. ഈ മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും ഞാൻ ക്ലാസ് എടുക്കില്ല. കാരണം ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ 2 ക്ലാസ് നമ്മുടെ പ്രിലിംസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ 2 ക്ലാസ് ഇട്ടിട്ടുണ്ട്. വിവരാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് ഇട്ടിട്ടുണ്ട്. PYQ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ പ്ലേലിസ്റ്റിൽ അത് തന്നെയാണ് കേട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത്. താല്പര്യമുള്ളവർ കയറിയിട്ട് കാണുക കേട്ടോ. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷൻ, ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് അതേ ടോപ്പിക്കുമായിട്ട്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരാണ്? ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരായിരിക്കും? ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയായിരിക്കും. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇനി പറയുന്നവയിൽ ഏതാണ് മജിസ്ട്രേറ്റിന് പാസ്സാക്കാൻ കഴിയുക? സംരക്ഷണ ഉത്തരവ്, താമസ ഉത്തരവ്, കസ്റ്റഡി ഉത്തരവ്. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാമാണ് കേട്ടോ. നമുക്കിതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്, നമ്മൾ പഠിച്ചു പോകും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോക ഉപഭോക്തൃ അവകാശ ദിനം എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? എന്താണ്? ഓപ്ഷൻ എ മാർച്ച് 15-നാണ് കേട്ടോ. ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്നാണ് ആചരിക്കുന്നത്? മാർച്ച് 15. ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്? എത്രയാണ്? കേന്ദ്ര ഉപഭോക്തൃ സമിതിയാണെങ്കിൽ 1 തവണ അല്ലേ. കേന്ദ്ര ഉപഭോക്തൃ സമിതിയാണെങ്കിൽ എത്രയാണ്? 1 തവണയാണ് എന്ത് ചെയ്യുന്നത്, ഒരു വർഷത്തിൽ മീറ്റിംഗ് കൂടിയിരിക്കേണ്ടത്. മറ്റത് എന്തായിരുന്നു? ഒരു വർഷത്തിൽ 2 തവണ കുറയാൻ വേണ്ടിയിട്ട് പാടില്ല. ഒരു വർഷം എന്താണ്, ഇപ്പോൾ വേണമെങ്കിലും യോഗം കൂടാം, പക്ഷേ 2 തവണയിൽ കൂടുതൽ കുറയാൻ പാടില്ല. ഒരു വർഷം 2 തവണയെങ്കിലും കൂടിയിരിക്കണം. ജില്ലയും സംസ്ഥാന ഉപഭോക്തൃ സമിതിയും അതെ, നമ്മുടെ ജില്ലാ ഉപഭോക്തൃ സമിതിയും അതെ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടുന്നത് ഏതാണ്? എല്ലാ ഉൽപ്പന്നങ്ങളുടെയും സാമ്പിളുകൾ സൗജന്യമായി ലഭിക്കുവാനുള്ള അവകാശം, വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം, ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശം, ഉൽപ്പന്നത്തിൻ്റെ അവലോകനം സംബന്ധിച്ചിട്ടുള്ള ചെലവുകൾ തിരികെ ലഭിക്കാനുള്ള അവകാശം. എന്തൊക്കെയാണ് പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ്. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശമാണ് ഇതിൽ
ഉപഭോക്താവിൻ്റെ അവകാശമായിട്ട് പറയുന്നത്. നമുക്കെന്താണ് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും സാമ്പിളുകൾ എന്താണ് സൗജന്യമായിട്ട് നേടണമെന്ന് പറയാൻ പറ്റില്ല. പിന്നെന്താണ് വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളും സേവനങ്ങളൊക്കെ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഉൽപ്പന്നത്തിൻ്റെ അവലോകനം സംബന്ധിച്ചിട്ടുള്ള ചിലവുകൾ തിരികെ ലഭിക്കാനുള്ള ഒരവകാശവും നമുക്കില്ല. പകരം എന്താണ് ഈ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ചിട്ട് ഉപഭോക്താവിൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശമായിട്ടാണ് നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്തായിരുന്നു? ഉപഭോക്തൃ സംരക്ഷണം. അപ്പോൾ ആ ക്ലാസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ PYQ ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഈ PYQ ചെയ്യുന്ന സമയത്ത് അറിയാത്ത പോയിന്റുകളോ സ്റ്റേറ്റ്മെൻറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് എഴുതിയെടുത്തിട്ട് പഠിക്കട്ടോ. അതിന് മടിയൊന്നും വിചാരിക്കരുതേ. ചിലപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ആ ഒരു പോയിന്റ് ചിലപ്പോൾ നമുക്ക് കിട്ടാത്തൊരു ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മളെ ചിലപ്പോൾ രക്ഷിച്ചേക്കാം. അപ്പോൾ ഒരു അറിവും ചെറുതല്ല. അപ്പോൾ ഈ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റായിട്ട് തന്നെ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. താങ്ക് യു. നന്നായിട്ട് പഠിക്കുക കേട്ടോ എല്ലാവരും. താങ്ക് യു.